ശ്രീപത്മനാഭൻ, രണ്ട് ചോദ്യം. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. നമ്മോട് സംസാരിച്ചു പോയ രണ്ട് ഓഫീസർമാരും അതല്ല. അവരെല്ലാം ചൂണ്ടിക്കാട്ടിയ ഒരു പോയിന്റിലേക്ക്, അതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക്, 2008 മുതൽ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ നാം ചെയ്തത് ഡോസിയർ ഉണ്ടാക്കി. ഡോസിയർ ഫയലുമായി പാകിസ്ഥാനിൽ പോയി, ഫയലുമായി UN പോയി, ഫയൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. പാകിസ്ഥാൻ കൂടുതൽ തെളിവ് ചോദിച്ചു, നമ്മൾ കൂടുതൽ തെളിവ് കൊടുത്തു. അങ്ങനെ നടന്നു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, 1962 ഇന്ത്യയുടെ നിന്നും ചൈനയുടെ നിന്നും പറയുന്ന ഭൂവിഭാഗത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പ്രസംഗിച്ചും എഴുതിയും അന്ന് രാജ്യദ്രോഹം കാണിച്ചതൊഴിച്ചാൽ ശക്തമായ പ്രതിപക്ഷമുള്ള കാലത്തും യുദ്ധം വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിമാർക്ക് പ്രതിപക്ഷം പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, ഒപ്പം നിന്നിരുന്നു. ഇന്ന് അത്തരമൊരു ഒരുമ, ഐക്യദാർഢ്യം ഭാരതത്തിലെ പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, അതില് വളരെ കൗതുകരമായ വേറൊരു കാര്യമുണ്ട്. ഇന്ന് ശ്രീ AK ആന്റണി നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുവരെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ത്യക്ക് ഇത്രയേറെ വിദേശ രാജ്യ പിന്തുണ കിട്ടിയ ലോകാഭിപ്രായം ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ കാണിക്കുന്നത്? നമ്മളുടെ സൈനിക വിജയം മാത്രമല്ല, നമ്മുടെ നയതന്ത്ര വിജയം കൂടിയാണ് നമ്മൾ ഇവിടെ തെളിയിച്ചു കൊടുത്തത്. നമ്മളെ പട്ടാളക്കാരോട് ചെയ്ത അതേ രീതിയിലുള്ള അതിമഹത്തായ പ്രവർത്തനമാണ് ഡോക്ടർ S. ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ടീം, നമ്മുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥന്മാര്, നമ്മുടെ ടീം, ഐക്യരാഷ്ട്രസഭയുടെ നമ്മളെ പ്രതിനിധികൾ, വിദേശ രാജ്യങ്ങളിലെ ഹൈക്കമ്മീഷൻ ഓഫീസുകളിലെ നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾ, അവര് ലോകം മുഴുവനുള്ള അഭിപ്രായം ഭാരതത്തിന് അനുകൂലമായി തിരിച്ചു. നോക്കൂ, നമ്മൾ പട്ടാള നടപടിയിൽ വിജയിച്ചിട്ട് കാര്യമില്ല, മാത്രം കാര്യമില്ല. നമ്മുടെ നയതന്ത്ര രംഗത്ത് പരാജയപ്പെട്ടാൽ വി വിൽ ബി പിക്ചറൈസ്ഡ് ആസ് അറ്റാക്കേഴ്സ്, നമ്മൾ അക്രമകാരികളായി ചിത്രീകരിക്കപ്പെടും. അപ്പൊ ലോകം നമുക്കെതിരാവും. പക്ഷെ ഇവിടെ നോക്കൂ, ഇന്ത്യ കറക്റ്റായ രീതിയിൽ വളരെ പക്വമായി പാകതയോടുകൂടി, അതായത് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന തീവ്രവാദ അക്രമത്തിന് ആ തീവ്രവാദ കേന്ദ്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട്, അതായത് എന്താണോ ചികിത്സിക്കേണ്ടത് ആ ചികിത്സ, എവിടെയാണോ അസുഖം അവിടെ മാത്രം ചികിത്സിച്ചുകൊണ്ട് ആ നടപടി നടത്തിയ ഭാരതത്തെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. AK ആന്റണി എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ വിജയമാണ് ആ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന AK ആന്റണിക്ക് അത് പറയേണ്ടി വന്നു. പ്രതിപക്ഷം, നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ നമ്മളെ ഇവിടെ രാജ്യം യുദ്ധങ്ങളെ നേരിട്ട സമയത്ത്, വെല്ലുവിളികളെ നേരിട്ട സമയത്ത്, പ്രത്യേകിച്ച് അടൽ ബിഹാരി വാജ്പേയി 71 യുദ്ധ കാലഘട്ടത്തിൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗമൊക്കെ ഇന്നും ലോകം ഭാരതം ഓർക്കുകയാണ്. അപ്പോ ആ ഒരു പിന്തുണ കാർഗിൽ യുദ്ധത്തിലോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ടോ ലഭിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നാലും പൊതുവെ രാജ്യം ഒറ്റക്കെട്ടാണ്. ഇപ്പോ നിങ്ങൾ നോക്കൂ, ബാലാകോട്ടിൽ അടി നടന്നപ്പോൾ, ബാലാകോട്ടിൽ ഇന്ത്യ പാകിസ്ഥാന്റെ അവിടുത്തെ പാക് ഓക്കുപൈഡ് കാശ്മീരിലെ വനപ്രദേശത്തെ തീവ്രവാദ ക്യാമ്പിൽ കൃത്യമായി അടിച്ചപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു കുറെ മരങ്ങൾ നശിച്ചു, ഒന്നും നശിച്ചിട്ടില്ല എന്ന്. അത് ഏറ്റുപിടിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. ബാലാകോട്ടിന് തെളിവ് ചോദിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ ഇന്ന് രാജ്യത്ത് ഉണ്ടോ എന്ന് തെളിവില്ല. ബാലാകോട്ടിന് തെളിവ് ചോദിച്ച ഡൽഹിയിലെ ഒരു മഹാൻ, അയാൾ ഇന്ന് എവിടെയാ ഉള്ളത് എന്ന് തെളിവില്ല. അതാണ് ആൾക്കാർ അയാൾ ജീവനോടുണ്ടോ മരിച്ചുപോയോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്, ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇത് എന്താണ് ശരി, ആര് ചെയ്യുന്നതാണ് ശരി എന്ന് ജനങ്ങള് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. പിന്നെ ഏതു കാലഘട്ടത്തിലും ചില ആളുകൾ ചില നിലപാടുകൾ സ്വീകരിക്കും. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. 62 ചൈന യുദ്ധകാലത്ത് നിലപാട് സ്വീകരിച്ചവർ അത്തരത്തിലുള്ള ഇന്ന് എവിടെ എത്തി? ഇന്ന് അവരെവിടെ എത്തി? ചൂടുവെള്ളത്തിൽ വീണ ഐസ് കട്ട പോലെ അലിഞ്ഞില്ലാതായി. അപ്പൊ അത് ഈ രാജ്യത്ത് വരുന്ന മാറ്റമാണ് കാണിക്കുന്നത്. അപ്പോ ഒരു ഭാഗത്ത് നമ്മൾ
ഒരു 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 എന്താ പറയാ വികസിത രാജ്യം എന്ന നിലയിൽ നമ്മൾ എല്ലാ മേഖലയിലും കുതിക്കുന്നു. പോകുന്നു. അതോടൊപ്പം നമ്മൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ഇന്ന് മാവോയിസ്റ്റുകളെ ശരിയാക്കിയ ദിവസമാണ്. ഇപ്പൊ ഈ ബഹളത്തിൽ ആരും ശ്രദ്ധിക്കാത്തത്. അതെ ആ 16 ഈ വാർത്തയിൽ മുങ്ങിപ്പോയി. അതെ, ഛത്തീസ്ഗഡ് ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ തിരക്കിനിടയിൽ അവിടെ പ്രയാണത്തിന് ശരിയാക്കിയിട്ടുണ്ട്. അതായത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അമിത്ഷാ. 2026 മാർച്ച് 31. അതെ 2026 മാർച്ച് 31 തീർക്കുന്ന ചെയ്തു മാവോയിസ്റ്റുകൾ ഇല്ലാണ്ടാക്കുന്ന. അപ്പൊ ഇത് ഒരു ഭാഗത്ത് ആഭ്യന്തര സുരക്ഷ, നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നു. അതേ സമയത്ത് മനസ്സിലാക്കണം, പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ 600 ചില്ലുവാനും കിലോമീറ്റർ പ്രദേശം ഒന്നും ഫെൻസ് ചെയ്തിട്ടില്ല. എന്താ കാരണം? ബംഗാൾ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തത് കാരണം ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ 600 ചില്ലാൻ കിലോമീറ്റർ സ്ഥലത്ത് ഫെൻസിങ് നടന്നിട്ടില്ല. ഇവരാരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയാൽ ഇവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ നാളെ ഇവരൊക്കെ സാധനം ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ തെളിവില്ലാണ്ടാവും. പലരും തെളിവില്ലാണ്ട് അപ്രത്യക്ഷമാവുകയാണ് ഇപ്പം. മനസ്സിലാക്കിയാൽ മതി എന്നേ പറയാം.